ഇന്നത്തെ നമ്മളുടെ ഒരു പ്രാണായാമ കൂളിംഗ് ബ്രീത്തിങ് എക്സസൈസ് ആണ്. കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, തണുപ്പ്, നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തണുപ്പ് വരുത്താനായിട്ട് ഏറ്റവും നല്ല ഒരു പ്രാണായാമങ്ങളാണ് ശീതളി, ശീത്കാരി, സദന്ത എന്ന് പറഞ്ഞ 3 പ്രാണായാമങ്ങൾ. അത് കുറച്ച് ട്രിക്കിയാണ്. കാരണം നമ്മൾ നാക്ക് വളച്ചു വെക്കുക എന്നുള്ളതൊക്കെ ചിലവർക്ക് സാധിക്കാൻ ഇത്തിരി പാടാണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് 3 ഓപ്ഷൻ തരുന്നത് കൊണ്ട് ഇതിലേതെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്കിതിൻ്റെ ഫലം ഉറപ്പാണ്. ഈ കൂളിംഗ് ബ്രീത്തിങ് എക്സസൈസ് കൊണ്ട് അല്ലെങ്കിൽ ഈ കൂളിംഗ് പ്രാണായാമം കൊണ്ട് എന്താണ് നമുക്ക് ഫലം കിട്ടുന്നതെന്ന് വെച്ചാൽ, ആ വേർഡ് പോലെ തന്നെ നമ്മളെ കൂളാക്കാൻ, നമ്മൾക്ക് ഒരു നാച്ചുറൽ AC നമ്മളുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ടാവും ഈ കൂളിംഗ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ. അപ്പോൾ അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏറ്റവും നമുക്ക് ബെനിഫിറ്റായിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ഏതായിരിക്കും? നമ്മൾ ഏറ്റവും കൂടുതൽ ചൂടാവുന്നത് എപ്പോഴായിരിക്കും? നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ. അപ്പോൾ ഇത് നമുക്കൊരു ആങ്കർ മാനേജ്മെൻറ്റിന്, ദേഷ്യം കൂടുതലുള്ളവർക്ക് നമ്മളിത് കൊടുക്കാറുണ്ട്. അതേപോലെ ഹൈ BP ആയിട്ടുള്ളവർക്ക് ഈ കൂളിംഗ് ബ്രീത്തിങ് എക്സസൈസ് രാവിലെയും അതുപോലെ തന്നെ സൺറൈസ്, സൂര്യ അസ്തമയ സമയത്തോ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പോ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ ബെനിഫിഷ്യലാണ്. അതേപോലെ തന്നെ വേറൊരു കണ്ടീഷനാണ് അസിഡിറ്റി. നമുക്ക് നെഞ്ചരിച്ചിൽ, അതുപോലെ നമ്മുടെ ശരീരം ചൂടാവുന്ന സമയം, സ്ത്രീകളിൽ വരുന്ന ആർത്തവ വിരാമ സമയത്തും ഒക്കെ ഈ പ്രാണായാമം വളരെ വളരെ ബെനിഫിഷ്യലാണ്. അപ്പോൾ നമ്മൾ വളരെ നിസ്സാരമെന്ന് വിചാരിക്കും. ഇപ്പം എല്ലാവരും വിചാരിക്കും, എന്താണ് ഡോക്ടർ ചുമ്മാ ഇങ്ങനെ ഒന്ന് നാക്ക് വെച്ച് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കൂളാവുന്നതെന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എന്ത് നമ്മളുടെ ശരീരത്തിന് ചെയ്താലും അതിന് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളും കിട്ടും. അതേപോലെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് എന്ത് ചെയ്താലും നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ടും തീരും അത്. അപ്പം അതുകൊണ്ട് ബ്രത്ത് വർക്ക് തന്നെ ഞാനൊരു കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ പോലെ ചെയ്തതിൽ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു മൂക്കടച്ച് നമ്മൾ ശ്വാസം എടുക്കുമ്പോഴാണ് എത്ര കപ്പാസിറ്റിയിൽ നമ്മുടെ ലങ്സിലേക്ക് ആ ഒരു ഡബിളായിട്ടാണ് ഓക്സിജൻ കയറുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള, അപ്പം നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ചെറിയ ചെറിയ ബലൂൺസ് പോലെയാണല്ലോ അൽവിയോള എന്ന് പറയും. ആ അൽവിയോളാസ് എല്ലാം വീർത്ത് ലങ്സിൻ്റെ എല്ലാ സ്ഥലത്തേക്കും ആ ഒരു ഓക്സിജൻ വ്യാപിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മറ്റേ സ്റ്റിമുലേഷൻ കിട്ടുന്നത് നമ്മുടെ ബ്രെയിനായിരിക്കും. അന്നേരത്തേക്കും ഉണരൂ എന്നുള്ളൊരു ആക്ടിവേഷൻ ആയിരിക്കും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് കിട്ടുന്ന ഒരു സിഗ്നൽ. ഈ സിഗ്നൽ നമ്മളെ പല കാര്യങ്ങൾക്കും നമുക്ക് പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടൊക്കെ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ അത് പോട്ടെ, അതൊരു വശം. അതാണ് പ്രാണായാമത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ. അതാണ് നാച്ചുറൽ എയർ കണ്ടീഷൻ ഇൻസൈഡ് യുവർ ബോഡി. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ശീതളി പ്രാണായാമം. ശീതളി പ്രാണായാമത്തിൽ നാക്കൊരു ട്യൂബ് പോലെ ഇങ്ങനെ വളച്ച്, അതായത് 2 സൈഡിൽ നിന്നും വളച്ചാണ് ശീതളി പ്രാണായാമം ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിച്ചോളൂ. ശ്വാസം ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ശേഷം നാക്ക് പതിച്ചു വെച്ചതിന് ശേഷം മൂക്കിലൂടെ ശ്വാസം വിടുക. നമുക്കതൊരു 3 തവണ പ്രാക്ടീസ് ചെയ്യാം. അപ്പം എല്ലാവരും എൻ്റെ കൂടെ ചെയ്തോളൂ. ശേഷം മൂക്കിലൂടെ ശ്വാസം വിടുക. 3ാമത്. ശേഷം കുറച്ച് നേരം ഒന്ന് കണ്ണടച്ച് ആ ഒരു പ്രാണായാമം ചെയ്തതുകൊണ്ട് എൻ്റെ ശരീരത്തിലുണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. 2ാമത്തെ പ്രാണായാമം എന്ന് പറയുന്നത് ശീത്കാരി എന്ന് പറയും. ഈ ശീത്കാരിയിൽ നാക്കിൻ്റെ ഒരു പൊസിഷനാണ് വ്യത്യാസം. അത് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നാക്കിരിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ വളച്ച് നമ്മുടെ ഈ അപ്പർ പാലറ്റിൽ നാക്കിൻ്റെ തുമ്പ് അവിടെ ടച്ച് ചെയ്യുക എന്ന് പറയും. അതെന്ന് പറയുന്നത് നമ്മുടെ നാക്കിൻ്റെ തൊട്ട് മോൾ ഭാഗത്ത് ഒരു റൂഫ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ നാക്കിൻ്റെ അറ്റം മുട്ടിക്കേണ്ടത്. അപ്പം അങ്ങനെ മുട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതലും സൈഡിൽ കൂടെ, അത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പ്ലിറ്റ് AC പോലെ സൈഡിൽ കൂടിയാണ് നമ്മൾ ശ്വാസം എടുക്കുക. അപ്പം അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ എക്സൈൽ ചെയ്യുക. അപ്പം ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമ്മളുടെ ടെമ്പറേച്ചർ പതുക്കെ പതുക്കെ
താഴാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കൂൾ ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഭയങ്കര പ്രഷറൈസ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിലൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതുകൊണ്ടുള്ള ഫലം മനസ്സിലാവും. ചുമ്മാ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും മനസ്സിലാവണം എന്നില്ല. ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുമ്പോൾ അസിഡിറ്റി, എസ്പെഷ്യലി അസിഡിറ്റി, ആ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ അസിഡിറ്റി താഴത്തേക്ക് ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അന്നേരം 3 തവണ ചെയ്താൽ പോരാ, നമ്മളൊരു 9 തവണയെങ്കിലും ചെയ്യണം. എപ്പോഴും പ്രാണായാമത്തിൽ മറ്റേ നമ്മുടെ ഓഡ് മൾട്ടിപ്പിൾസ്, 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അതായത് 3, 6, 9 നല്ല കണക്കുകൾ എന്ന് പറയും. അപ്പോൾ ആ ഒരു മൾട്ടിപ്പിൾ ഇതിനകത്ത് നമുക്ക് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ ഇനി ചെയ്യുന്നത് ശീത്കാരി കഴിഞ്ഞു കഴിഞ്ഞാൽ സദന്ത എന്ന് പറയും. അതായത് പല്ല് കൊണ്ട് ചെയ്യുന്നതിനെ സദന്ത, ദന്തം എന്ന് പറയുന്ന പല്ല്. അപ്പോൾ നമ്മൾ പല്ല് കടിച്ചു പിടിച്ച് പല്ലിൻ്റെ ഉള്ളിലൂടെ ശ്വാസം എടുത്തിട്ട് മൂക്കിലൂടെ ശ്വാസം വിടുക. അപ്പം നമുക്കതൊന്ന് 3 തവണയൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഒന്നുകൂടി. അപ്പോൾ നമ്മൾ ആദ്യം ട്യൂബിലൂടെ ശ്വാസം എടുത്തു, പിന്നെ സൈഡിലൂടെ എടുത്തു, അതിനുശേഷം മൊത്തമായിട്ട് എടുത്തു. ഇതൊക്കെ 9, 9, 9 എന്നുള്ള കണക്കുകളിൽ ചെയ്യുന്നത് അത്യുത്തമം. അപ്പോൾ ഈ 3 പ്രാണായാമങ്ങൾ ഞാൻ പഠിപ്പിച്ചു. 3 എണ്ണം 9 തവണ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല കൂൾ ആസ് ക്യുക്കുംബർ എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ കൂൾ ഡൗൺ ആവും. അത് കൂടാതെ നിങ്ങളുടെ BP, അതുപോലെ തന്നെ അസിഡിറ്റി, ഇങ്ങനെയുള്ളവർക്കൊക്കെ രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരവും 3 തവണ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ഒരു 2-3 ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. നിങ്ങളുടെ ബോഡിയൊക്കെ പതുക്കെ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാത്ത ജസ്റ്റ് ഒരു ബ്രീത്തിങ് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സാഹചര്യത്തിലും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, നടു നിവർത്തിയിരിക്കുക, വെറും വയറ്റിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ബെനിഫിറ്റ് ഈ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും കാണാം.